പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 2025 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റി ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഓക്കെ, അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റുകൾ എന്ന് പറയുന്നത് 19/6/2025, 20/6/2025, 21/6/2025, 23/6/2025. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ കൂടെ നൽകുന്നുണ്ട്. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത്, ഏത് കോഴ്സിനാണ് കിട്ടിയതെന്ന് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടോ. അങ്ങനെ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം, അലോട്ട്മെന്റ് ലഭിക്കാൻ നോ അലോട്ട്മെന്റ് എന്നുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ SC/ST വിദ്യാർത്ഥികൾ 1390, മറ്റു വിദ്യാർത്ഥികൾ 2800 യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ മുഖാന്തരം ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും. അലോട്ട്മെന്റ് മെമ്മോ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ അലോട്ട്മെന്റ് മെമ്മോ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പറയുന്ന 19-ാം തീയതി, ജൂൺ 20, ജൂൺ 21, ജൂൺ 23 തീയതികളിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ചത് ആ കോളേജിൽ പോയിട്ട് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല, എനിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ എനിക്ക് അത് വേണ്ട, എനിക്ക് അതിന് മുകളിലുള്ള ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഏതിനാണെങ്കിലും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ അപ്പാർ ID അല്ലെങ്കിൽ ABC ID, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID നിർബന്ധമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും അവിടെ പോയാൽ 5 മിനിറ്റിന് പറക്കുള്ളൂ, അക്ഷയയിൽ പോയാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അഡ്മിഷന് ആവശ്യമുള്ളത് എന്ന് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്തുള്ള പ്രിന്റ് ഔട്ട്. ഓക്കെ, പ്രിന്റ് ഔട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ, ഫസ്റ്റില് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത പ്രിന്റ് ഔട്ട്. അതിന്റെ കൂടെ തന്നെ ആ സമയത്ത് നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഫീസ്, ആ അടച്ചതിന്റെ ഒറിജിനൽ ഫീ റെസിപ്റ്റ്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ്, ആ അഡ്മിഷൻ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ്, അലോട്ട്മെന്റ് മെമ്മോ, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്ലസ് 2ന്റെ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ്, TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും, അത് നിങ്ങൾ എവിടെയാണോ അവസാനം പഠിച്ചത് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികൾ അത് തെളിയിക്കുന്നതിനുള്ള EWS കാറ്റഗറിയിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അക്ഷയയിൽ പോയാൽ അത് അപ്ലൈ ചെയ്താൽ അവിടുന്ന് കിട്ടും. ഇനി SCBC കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ഗവൺമെന്റ് കോളേജിൽ SCBC കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, OEC എഡ്യൂക്കേഷണൽ അസിസ്റ്റന്റ് കിട്ടാൻ അതർ എലിജിബിലിറ്റി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് കൊടുത്താലും പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ പിന്നീട് കൊടുത്താലും മതിയാവും. ഓക്കെ, അവിടെ ചോദിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബോണസ് വെയിറ്റേജിന് NSSO, NCCയോ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ് കൊണ്ടുപോകണം. ഇനി കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് അല്ലെങ്കിൽ കേരളത്തിലെ VHSC HSC അല്ലാത്ത +2 ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ലഭിക്കുക. അത് വളരെ കുറച്ച് വേണം, ചോദിക്കുകയാണെങ്കിൽ മാത്രം. മൈഗ്രേഷൻ അത്ര നിർബന്ധമുള്ള ഒന്നല്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.